ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഫാമിലി റെസിപ്പി. ഇന്ന് നമുക്ക് ഉച്ചയൂണ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ സാമ്പാറും പയറുപ്പേരിയും മുരിങ്ങയില തോരനും ഒരു മാങ്ങാച്ചാറ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വയ്ക്കാനായിട്ട് കുക്കർ എടുക്കുക. അതിലേക്ക് പരിപ്പ് കഴുകി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കായത്തിൻ്റെ ചെറിയൊരു പീസ് കായം ഇട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിൽ അടിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ പരിപ്പ് വെന്ത് കിട്ടും. നമുക്ക് പരിപ്പ് വേണ നേരം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള സാമ്പാറിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് വറക്കാൻ നോക്കാം. നാളികേരം അതിനൊരു ചീഞ്ചട്ടി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 സ്പൂണൊക്കെ നാളികേരം ചെരുകിയത് ഇട്ട് കൊടുക്കുക. 2-3 ചുവന്നുള്ളിയും 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ഉലുവയും ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വഴറ്റുക. അതിന് ശേഷം ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മൊരിയണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മൂത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് സിമ്മിലിട്ടിട്ട് നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടി ഒരു 1.5 സ്പൂണാണ് ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഒരു ആവശ്യാനുസരണം എരിവിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരെ. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമ്മുടെ ആ ചീഞ്ചട്ടിയിലുള്ള ചൂടുകൊണ്ട് തന്നെ നന്നുകൂടി ഒന്ന് മുരിഞ്ഞോളും. നമുക്ക് അതിലേക്കുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ, വെണ്ടക്കായ ഞാൻ അധികം കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല. വെണ്ടക്കായും തക്കാളി മത്തങ്ങയും ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതൊരു ബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ബീൻസ് ഇട്ടിട്ടുണ്ട് 2-3 എണ്ണം. ഒരു 5-8 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നല്ലൊന്ന് കട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. മത്തങ്ങ തൊലിയൊക്കെ ചെത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മത്തങ്ങയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിട്ട് കൊടുക്കുക. ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളാക്കി അതിട്ട് കൊടുക്കുക. രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു അത്ര വലിപ്പം വേണ്ട, ഒരു വാളംപുളി വെള്ളത്തിലിട്ട് വയ്ക്കുക. കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊന്നെടുത്ത് കുതിർത്താം. നമ്മുടെ പരിപ്പ് വെന്തുണ്ട്. അപ്പോൾ നമുക്ക് പുളിയൊന്ന് പിഴിഞ്ഞതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഞെരടി പിഴിഞ്ഞ് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് കുക്കറിൻ്റെ പുറത്തൊക്കെ നല്ലോണം തിളച്ച് പോയിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് വെന്തതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കഷ്ണങ്ങളും പുളിവെള്ളം ഉപ്പും വേപ്പിൻ്റെ ഇലയ്ക്ക് ഇട്ട് നമുക്ക് അടച്ചിട്ട് ഒരു വിസിൽ കൂടി അടിക്കാം. അപ്പോൾ പെട്ടെന്ന് കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒരു വിസിൽ അടിച്ച ശേഷം തന്നെ നമ്മൾ തുറക്കണം കേട്ടോ, അല്ലെങ്കിൽ വെണ്ടക്കായൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോവും. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു വിസിലടിക്കാം. അപ്പോൾ എന്നിട്ട് അപ്പം തന്നെ തുറക്കാം. നമുക്കിത് വേവണ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ നാളികേരം വറുത്ത് വെച്ച് ചൂടാറിയുണ്ടാവും. അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് നല്ല പോലെ അരച്ചെടുക്കാം. ഞാൻ ആ ചീഞ്ചട്ടി കഴുകിയ വെള്ളം ഒന്നും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലോണം നാളികേരത്തിൻ്റെ മുകളിൽ പൊന്തിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അത് നല്ലോണം അരഞ്ഞ് വരുമ്പോൾ ഇതാവും. അപ്പോൾ നമുക്കത് അരഞ്ഞ് വന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം.
അപ്പോൾ നമ്മുടെ സാമ്പാറിലേക്കുള്ളതായതുകൊണ്ട് ഇനി കഷ്ണങ്ങൾ വെന്ത് കഴിഞ്ഞ് നമുക്ക് ഈ അരപ്പൊഴിക്കുക വേണ്ടോ. നമുക്ക് ഇനി ഉപ്പേരി വയ്ക്കാം, പയറുപ്പേരി വെക്കാൻ വേണ്ടി പയറൊക്കെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉള്ളി, വെളുത്തുള്ളിയും ഒരു 5-8 ഉള്ളിയും, ഞാൻ വലിയ വെളുത്തുള്ളി അത് കാരണം 2-3 വെളുത്തുള്ളി ഇടണുള്ളൂ കേട്ടോ. വെളുത്തുള്ളി ഉപ്പാട് പോയിട്ടുണ്ട്, വെളുത്തുള്ളി ഇടണുള്ളൂ. നമുക്ക് ചീനച്ചട്ടി വയ്ക്കാം, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ചൂടാകുമ്പോൾ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മുരിവാണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വേപ്പിൻ്റെ ഇല ഇടാം. ഇപ്പോൾ ഒന്ന് മുരിവായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 2-3 സ്പൂണ്, ചെറിയ സ്പൂണാണ്, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂപ്പാവണ വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് മൂപ്പായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് പയർ കഴുകി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പയറൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടത്തേക്ക് ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി മണിയുള്ള പയറാണ് കേട്ടോ, നല്ല രസമായിരിക്കും തന്നെ ഉപ്പേരി. നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. പയറിൽ ഓൾറെഡി കഴുകുമ്പോൾ ഒരു സ്വല്പം വെള്ളം ഉണ്ടാവും. ആ വെള്ളം കൊണ്ട് തന്നെ നമുക്ക് പയർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ലോണം പയർ നല്ലോണം ഇളക്കി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പം നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വയറൊക്കെ കളഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് മിക്സിയിൽ ജാർ കയറ്റി ഒന്നും കൂടി ആ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം തിളച്ച് നമുക്കിതിലേക്ക് മല്ലിയുടെ ഇല ചെറുതായി കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുക. നമുക്കത് ഇറക്കി വെച്ച്
നമുക്കിനി കടുക് ഒഴിക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഒരു അര സ്പൂൺ കടുക് ഇട്ട് കൊടുത്താൽ പൊട്ടിയതിന് ശേഷം ഉലുവ ഒരു 1/4 ടീസ്പൂണും 2 വറ്റൽമുളക് നടുകീറിയിട്ട് വേപ്പിൻ്റെ ഇലയും ഒരു നുള്ള് കായപ്പൊടി 2 നുള്ളൊക്കെ കായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടതൊന്ന് മറവായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ സാമ്പാർ റെഡിയായി. നമുക്കൊരു ചീനച്ചട്ടി എടുക്കുക. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലൊരു 1/4 സ്പൂണ് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഒരു 4 ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്ത് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് പച്ചമണം മാറി വരുമ്പോൾ ഞാൻ കുറച്ച് 2 പിടി മുരിങ്ങയില നുള്ളി വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുണ്ടാക്കാനാണ്, മുരിങ്ങയില തോരൻ ഉണ്ടാക്കാനാണ്. നമുക്കൊന്ന് പച്ചമണം മാറി വരുമ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ മുരിങ്ങയില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. മുരിങ്ങയില 2 മിനിറ്റ് ആകുമ്പോഴേക്കും പെട്ടെന്ന് വെന്ത് കിട്ടും. 1 മിനിറ്റൊക്കെ മതി. ഒന്ന് ഇളക്കി ആ ചൂടിൽ തന്നെ വെന്തോളും. ചീനച്ചട്ടിയിൽ സിമ്മിലിട്ടാൽ മതി കേട്ടോ തീ. ഒന്ന് മൂടി വയ്ക്കാം. 10 സെക്കൻഡ് മൂടി വയ്ക്കുക. അപ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മുരിങ്ങയില വേവായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മുട്ടയും മുരിങ്ങയിലയും തോരൻ ഉണ്ടാക്കാം. മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് പതുക്കെ ഒന്ന് ചിക്കി കൊടുക്കുക. ഇതെല്ലാതും കൂടി മുട്ട വെന്ത് വന്നിട്ട് നമുക്ക് ഒന്നും കൂടി എല്ലാം മുരിങ്ങയിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കുക. നമുക്കതിലേക്ക് 2 ടീസ്പൂണോളം നാളികേരം ചെരുകിയത് ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് 1 മിനിറ്റ് നേരം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് അല്ല കേട്ടോ, 10 സെക്കൻഡ് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരൻ റെഡി ആകുന്നത് നമുക്കത് മൂടി വയ്ക്കുക. പയറും ഉപ്പേരിയും റെഡിയായി. നമുക്ക് അതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്യാം. അതും നമുക്ക് ഓഫ് ചെയ്ത് പയറുപ്പേരും റെഡി. ഇനി ഞാനൊരു മാങ്ങ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂണും മുളക് പൊടി, ഒരു 3 മാങ്ങയാണ് ഞാൻ എടുത്തത്, ഒരു സ്പൂണിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. എല്ലായിടത്തേക്കും അതിന് ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായി.
നമ്മുടെ കറികളൊക്കെ റെഡിയായി. നമുക്കിനി ചോറിൻ്റെ കൂടെ കഴിക്കാം. ഒരു പ്ലേറ്റ് എടുക്കാം, നമുക്ക് ചോറിടാം. എന്നിട്ട് എനിക്ക് സാമ്പാർ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പയർ ഉപ്പേരി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അച്ചാറും മുരിങ്ങയിലും മുട്ടയും തോരൻ ഇട്ട് കൊടുക്കാം. ഒരു പപ്പടം. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് റെഡി. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ്